അസ്സാം വലൈക്കും വറഹമത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു. പീസ് റേഡിയോ വഴികാട്ടി പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡ് ഇൻഷാ അല്ലാഹ് ഇവിടെ ആരംഭിക്കുകയാണ്. വ്യത്യസ്തരായിട്ടുള്ള അതിഥികളെ ഉദ്യോഗാർത്ഥികൾക്ക്, രക്ഷിതാക്കൾക്ക്, ശ്രോതാക്കൾക്ക് പരിചയപ്പെടുത്തുന്ന വഴികാട്ടി പ്രോഗ്രാമിൽ തീർത്തും വ്യത്യസ്തനായിട്ടുള്ള ഒരു അതിഥിയാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ ഉള്ളത്. വഴികാട്ടിയിൽ നമുക്ക് അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത് മുഹമ്മദ് സഫാദ്. അദ്ദേഹം അറ്റ്ലാൻസ് എഡ്യൂക്കേഷൻ പൈലറ്റ് ട്രെയിനി, അതിൻ്റെ ഡയറക്ടറും അതോടൊപ്പം തന്നെ ഫൗണ്ടറുമാണ്. ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് നമുക്ക് സഫാദ് സാറെ സ്വാഗതം ചെയ്യാം. സർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു വലിയൊരു ഉത്തരവാദിത്വം, വ്യക്തിപരമായി അതിൻ്റെ ഒരു ലാഭം എന്നതിനപ്പുറം സമൂഹത്തിന് നൽകാവുന്ന വലിയൊരു സന്ദേശവും അതോടൊപ്പം തന്നെ അവർക്കുള്ളൊരു പ്രതീക്ഷയും മുമ്പിൽ വെച്ചുകൊണ്ടാണ് താങ്കൾ ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. എന്തായാലും അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പേ നമുക്ക് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് പറയാം. ആരൊക്കെയാണ് വീട്ടിലുള്ളത്, എന്തൊക്കെയാണ് അവിടെ അവസ്ഥകൾ, കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. അപ്പം എൻ്റെ പേര് മുഹമ്മദ് സഫാദ്. ഞാൻ കോഴിക്കോട് പൂവാട്ടുപറമ്പ് ആണ് സ്വദേശം വരുന്നത്. അതെ. വീട്ടിൽ ഉമ്മ, ഉപ്പ, 2 അനിയത്തി ആണ് വരുന്നത്. അനിയത്തിൻ്റെ ഒരാൾ മാരേജ് കഴിഞ്ഞാണ്, ഒരാൾ പഠിക്കുകയാണ്. ഓക്കെ. പിന്നെ ഞാൻ പൈലറ്റ് ട്രെയിനിങ് കരിയർ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകും. അതിൻ്റെ കൂടെ തന്നെ അറ്റ്ലാൻസ് എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു സ്റ്റുഡൻസിന് ഒരു വഴികാട്ടിയായിട്ട് ഏത് കോഴ്സ് എടുക്കണം, പൈലറ്റ് ട്രെയിനിങ് മാത്രമല്ല, നമ്മൾ ഏത് കോഴ്സാണെന്നുണ്ടെങ്കിലും ഏറ്റവും ബെറ്ററായിട്ട് എവിടെ പഠിക്കണം എന്നുള്ളതിൻ്റെ ഒരു ഡയറക്ഷൻ കൊടുക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. ഓക്കെ. വഴികാട്ടി എന്ന ഈ ഒരു പ്രോഗ്രാമിൽ തീർച്ചയായിട്ടും താങ്കളെപ്പോലുള്ള ഒരുപാട് അതിഥികൾ നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. പീസ് റേഡിയോ വഴികാട്ടിയിൽ അതിൽ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഒരുപാട് ആളുകൾ അവരുടേതായിട്ടുള്ള മേഖലകൾ തിരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് 10ാം ക്ലാസ് കഴിയുന്നതിന് മുമ്പേ തന്നെ ഇപ്പോഴത്തെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷിതാക്കളും അതോടൊപ്പം തന്നെ കുട്ടികളും 10ാം ക്ലാസ് ആകുന്നതിന് മുമ്പേ തന്നെ ഞാൻ ആരായിരിക്കണം എന്നതിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണയോ ഒരു ചിന്തയോ ഒക്കെ വെച്ച് പുലർത്തുന്നവരാണ് കൂടുതലും വിദ്യാർത്ഥികൾ അധിക പേരും. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തരായിട്ട് അത്ര ഒരു അംബീഷൻ അല്ലെങ്കിൽ ഒരു പാഷൻ തിരഞ്ഞെടുക്കാനുള്ളൊരു ചിന്ത കാര്യമൊന്നും ഇല്ലാതെ ആവുന്നതാവട്ടെ എന്ന് പറഞ്ഞു പോകുന്ന ആളുകളുമുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു 90% മുകളിലുള്ള ഇത്തരം കുട്ടികൾക്ക് ഈ ഒരു വഴികാട്ടി ആവേണ്ടതുണ്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് എന്ന നിലക്ക് ഏത് ഏജ് മുതലാണ് ഒരു പൈലറ്റ് ട്രെയിനി എന്നുള്ള നിലക്ക് താങ്കൾക്ക് തീർച്ചയായിട്ടും അത് കുട്ടികൾക്ക് അതിൻ്റെ ഒരു വഴി കാണിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഏത് ഏജിലാണ് നമുക്ക് ഈ ഒരു കോഴ്സിലേക്ക് ചേരേണ്ടത്, എങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ്? നമുക്കിപ്പം തിയറി പഠിക്കാൻ വേണ്ടി നമുക്ക് ഏജിൻ്റെ ലിമിറ്റ് വരുന്നില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 2 ഘട്ടമാണ് വരുന്നത്. ഒന്ന് തിയറി, രണ്ടാമത് ഫ്ലൈയിങ്. അതുകൊണ്ട് തന്നെ തിയറി ഏത് സമയം മുതൽ കുട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബുക്സും കാര്യങ്ങളൊക്കെ ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഒരുപാട് ഓൺലൈൻ ക്ലാസ്സസ് ഇപ്പോൾ നിലവിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നിയർ ബൈ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിൽ അത് കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് പഠിക്കാനും പറ്റും. നേരത്തെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തുള്ളൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ ഒരു +2 കഴിഞ്ഞിട്ട് ഒരു 1 ഇയർ കൊണ്ട് അല്ലെങ്കിൽ ഒരു 6 months കൊണ്ട് പഠിച്ച് തീർക്കേണ്ട കാര്യം നമുക്കൊരു 2 years കൊണ്ട് പഠിച്ച് തീർക്കാൻ വേണ്ടി പറ്റും. കാരണം +2ൻ്റെ കൂടെ ഒരു 6 മാസത്തേക്ക് ഒരു സബ്ജക്റ്റ് എന്നുള്ള രീതിയിലേക്കൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. +2ൻ്റെ കൂടെ തന്നെ ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, തിയറി നമുക്ക് എവിടെ ഇരുന്നിട്ടും പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സോ +2 കഴിഞ്ഞിട്ട് അതിന് കമ്പ്യൂട്ടർ നമ്പർ എന്നൊരു ഇതുണ്ട്. അതിന് അപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് എക്സാം എഴുതാൻ വേണ്ടി കിട്ടുള്ളൂ. നമ്മൾ രജിസ്റ്റർ നമ്പറാണ് എക്സാമിന് വേണ്ടിയിട്ട്. +2 കഴിഞ്ഞിട്ട് എക്സാം എഴുതിയാൽ, അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്തേക്ക് +2 കഴിഞ്ഞ പാടെ തന്നെ നമുക്ക് ഏകദേശം 5 സബ്ജക്ട്സും കിട്ടുകയും ചെയ്യും. ആ സമയത്ത് തന്നെ ഫ്ലൈയിങ് സ്റ്റാർട്ട് ചെയ്യാനും പറ്റും. ഓക്കെ. ഒരു ഗ്യാപ്പ് അതിനിടയ്ക്ക് ക്രിയേറ്റ് ആവില്ല. അതായത് +2 പഠിച്ചു ഇപ്പോൾ ഒരു ഏറ്റവും മറ്റുള്ള കോഴ്സുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു ആ കേൾവി എനിക്കൊരു പുതുമയായിട്ട് തോന്നാണ്. കാരണം പറ്റുമ്പോൾ നമ്മളൊന്നുകിൽ +2 കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് +1, +2 കഴിഞ്ഞതിന് ശേഷം അടുത്തൊരു കോഴ്സ് അല്ലെങ്കിൽ ഒരു സ്ഥാപനം ഇങ്ങനെ തിരഞ്ഞെടുക്കുന്ന അതാണ് കൂടുതലായിട്ട് നമ്മൾ കോമൺ കണ്ടുവരുന്നത്. പക്ഷേ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് +2ൻ്റെ കൂടെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒന്നുകൂടെ വൈഡായിട്ട് ഇതൊന്ന് കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിലൊന്ന് പറയാൻ പറ്റുമോ? അതായത് നമ്മളിപ്പം പണ്ട് +2 കഴിഞ്ഞിട്ടാണ് നമ്മൾ നീറ്റ് എക്സാം അല്ലെങ്കിൽ JEEക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ +2ൻ്റെ കൂടെ തന്നെ +1 +2ൻ്റെ കൂടെ തന്നെ ട്യൂഷൻ +JEE അല്ലെങ്കിൽ നീറ്റ് എന്നുള്ള രീതിയിലേക്കാണ് പല ട്യൂഷൻ ക്ലാസ്സും പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം അതിന് നമുക്ക് എന്താ പറയുക, എക്സാം +2 കഴിഞ്ഞിട്ട് എഴുതിയാൽ മതി. പക്ഷെ പഠനം നമുക്ക് എപ്പോൾ വേണമെങ്കിലും തുടങ്ങാം. അത് നമ്മളെ ഇതനുസരിച്ചാണ്. അപ്പം
എത്ര നേരത്തെ തുടങ്ങുന്നു അത്രയും പെട്ടെന്ന് നമുക്ക് ഈ ഒരു കരിയറിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. +2 പഠിച്ചിറങ്ങുമ്പോഴത്തിന് ഇതിൻ്റെ കൂടെ തന്നെ പൈലറ്റ് ട്രെയിനിങ്ങിന് എല്ലാ സബ്ജക്ട്സും പഠിച്ച് തിയറി നോളജ് ഉള്ള ഒരു കുട്ടിക്ക് +2 കഴിഞ്ഞ പാടെ തന്നെ അതിൻ്റെ എക്സാം എഴുതാനും ഒരു 6 അല്ലെങ്കിൽ ഒരു 5-6 മാസം കൊണ്ട് തന്നെ കംപ്ലീറ്റ് എക്സാംസ് പാസ്സായി തിയറി ഫ്ലൈയിങ്ങിലേക്ക് കടക്കാൻ വേണ്ടി പറ്റും. നേരെ മറിച്ച് +2 കഴിഞ്ഞിട്ടാണ് ഇത് പഠിക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ 1 year to 1.5 years നമുക്ക് എന്ത് ചെയ്യും, പഠിക്കാൻ വേണ്ടി നമ്മൾ ചിലവാക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇത് ഒരു വർഷത്തിനടുക്ക് നമുക്ക് അവിടെ സേവ് ചെയ്യാൻ വേണ്ടി പറ്റും, കുറച്ച് നേരത്തെ തുടങ്ങുന്ന വിദ്യാർത്ഥികൾക്ക്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ് എന്നുള്ള നിലക്ക് മറ്റൊരു കാര്യം കൂടെ നമുക്ക് പങ്കുവെക്കേണ്ടതുണ്ട്. താങ്കൾക്ക് ഈ ഒരു മേഖലയിലേക്ക് ചിന്തിക്കാനും അതുപോലെ തന്നെ ഇത്തരമൊരു കാര്യം ഓർക്കാനും അല്ലെങ്കിൽ ഇവിടത്തേക്ക് എത്തിപ്പെടാനുള്ളൊരു സാഹചര്യം ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. ഞാൻ എൻ്റെ ഉമ്മൻ്റെ വീട് വരുന്നത് പള്ളിക്കൽ ബസാർ കരിപ്പൂരിനടുത്താണ്, എയർപോർട്ടിനടുത്താണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ഫ്ലൈറ്റ്സ് ഇങ്ങനെ ലാൻഡ് ചെയ്യുന്നതും ടേക്ക് ഓഫ് ചെയ്യുന്നതൊക്കെ നമുക്ക് കുറച്ചുകൂടി അടുത്തുനിന്ന് കാണാൻ വേണ്ടി പറ്റും. അതിൻ്റെ സൗണ്ട് ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഏകദേശം ഒരു ദിവസം തന്നെ ഏകദേശം ടൈം അനുസരിച്ച് വരെ ഇന്ന ടൈമിന് ഇന്ന ഫ്ലൈറ്റ് വരുന്നുണ്ട് എന്നുള്ള ആ ഒരു കാൽക്കുലേഷൻ വരെ നമുക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും പിന്നെ നമ്മൾ ഏതൊരു ജോബ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇപ്പം 10 to 5 വർക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം താല്പര്യമില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ അവരെ സംബന്ധിച്ച് കൺജസ്റ്റ് ആയിട്ടുള്ള ഒരു ടൈം ഷെഡ്യൂൾ അനുസരിച്ച് പോകാൻ പറ്റാത്ത ചിന്തിക്കാത്ത ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് തന്നെ ഇരുന്ന് വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷെ നമുക്ക് എല്ലാവർക്കും യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ആ യാത്ര ചെയ്യുന്നതിന് കൂടെ തന്നെ നമുക്കൊരു സാലറിയും അതേപോലെ തന്നെ നമ്മൾ പോകുന്ന സ്ഥലത്തൊക്കെ നമുക്ക് ഏറ്റവും ഹൈ സ്റ്റാൻഡേർഡിൽ സ്റ്റേ ചെയ്യാനും നമുക്കൊരുപാട് ഫ്രണ്ട്സിനെ ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു ഇതിനും നല്ലൊരു ഓപ്ഷൻ വേറെ ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. കാരണം നമ്മളിപ്പം ഇതിന് ഒരു വേറൊരു ടാഗ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓഫീസ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ ആകാശമാണ് നമ്മൾ ഓഫീസ്. കോക്പിറ്റിൽ ഇരുന്നിട്ട് നമുക്ക് ആ ഒരു ചുറ്റുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ട് ആസ്വദിച്ചുകൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റും. പരിധിയില്ല. അതെ, ഓഫീസിന് പരിധിയില്ല, നമ്മളെ കൊളീഗ്സിന് പരിധിയില്ല. കാരണം ഇന്ന് ഫ്ലൈ ചെയ്യുന്ന ആള് കൂടെ നമ്മൾ ഫ്ലൈ ചെയ്യുന്ന ആൾ ചിലപ്പോൾ നമുക്ക് ഇനി ഒരു 1 month കഴിഞ്ഞേക്കും കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഓരോ പുതിയ സ്ഥലത്ത് പോകുന്ന സമയത്തും പുതിയ കൂട്ടുകാരായിരിക്കും, പുതിയ ഭക്ഷണ രീതികളായിരിക്കും. പിന്നെ നമ്മൾ സൊസൈറ്റിയിലാണെങ്കിൽ അത്രയും ഹൈ സ്റ്റാൻഡേർഡിൽ വരുന്ന ഒരു ജോബ് പ്രൊഫൈലും കൂടിയാണ്. അപ്പം തീർച്ചയായിട്ടും രക്ഷിതാക്കളെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഒരു രക്ഷിതാവുള്ള നിലക്കിപ്പോൾ ഞാനാണെങ്കിലും ഒരു +1 +2 ലെവലിൽ പഠിക്കുന്ന ഒരു കുട്ടിയെക്കുറിച്ച് നമ്മൾ പിന്നെ അവൻ്റെ അടുത്ത കരിയർ, അവൻ്റെ അടുത്തൊരു സ്റ്റെപ്പ് എന്തായിരിക്കും എന്നതിനെക്കുറിച്ചും അത് അവരായിട്ട് പലപ്പോഴും അവരായിട്ട് ഷെയർ ചെയ്യുന്ന പല സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ രക്ഷിതാവിന് മിക്കവാറും ഈ ഒരു വിഷയം തിരഞ്ഞെടുക്കുമ്പോഴുണ്ടാകുന്ന അല്ലെങ്കിൽ ഇത്തരം ഒരു കാര്യത്തിലേക്ക് ആലോചിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില ആശങ്കകളുണ്ട്. മറ്റുള്ള ജോലികൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എഞ്ചിനീയർ ആവട്ടെ അല്ലെങ്കിൽ ഡോക്ടർ ആവട്ടെ അങ്ങനെയുള്ള ഏതെങ്കിലും കരിയർ ആവട്ടെ, അതിനൊക്കെ നമ്മുടെ നാടുകളിൽ പ്രത്യേകിച്ചും ഒന്നുകിൽ ഒരു അയൽവാസിയെ നോക്കിയാൽ കാണാൻ പറ്റും, ഒരു ഡോക്ടറെ കാണാൻ പറ്റും, അല്ലെങ്കിൽ തൊട്ട് വാർഡിലോ പഞ്ചായത്തിലോ ഒക്കെ വ്യത്യസ്തരായിട്ടുള്ള ആളുകളെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവരിൽ നിന്നൊക്കെ ഇവരെന്ത് ചെയ്യുന്നുണ്ടാവും, ഇതിനുള്ള ഒരു അഡ്വൈസ് തേടുന്നുണ്ടാവും. പക്ഷേ ഒരു പൈലറ്റ് ആവുക എന്നതിനെക്കുറിച്ച് ഒരു രക്ഷിതാവ് ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരു പൈലറ്റിനെ എന്തായാലും കൊണ്ട് കാണിക്കാനോ അല്ലെങ്കിൽ അതൊരു വാർഡിലോ ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ തന്നെ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരാളെ കാണാൻ സാധ്യത ഇനി ഉണ്ടെങ്കിൽ തന്നെ പൈലറ്റുമാരുടെയൊക്കെ ഒരു സ്വഭാവം വെച്ച് നോക്കുമ്പോൾ അവർ പൊതുവെ കോമൺ ആളുകളിലേക്കൊന്നും ഒരു ഇടപഴകുകയോ അല്ലെ അങ്ങനെ മിങ്കിളായിട്ട് ജീവിക്കുന്നൊരു അവസ്ഥ ഇല്ലാന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും. അപ്പം അങ്ങനെയാണെങ്കിൽ ഇത് അന്വേഷിക്കുന്ന രക്ഷിതാവിന് ഒരു പാരൻറ്റിന് എന്തൊരു ഓപ്ഷനാണ് നമുക്ക് മുമ്പിൽ വെക്കാനുള്ളത്? അതിനൊരു സൊല്യൂഷൻ എന്നുള്ള ഇതിലാണ് നമ്മൾ ഈ അറ്റ്ലാൻസ് എഡ്യൂക്കേഷൻ എന്നുള്ള നമ്മളൊരു ഫേം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഇതിനെക്കുറിച്ച് കൺഫ്യൂഷൻസ് ഉള്ള പാരൻസ് സ്റ്റുഡൻസിനാണെന്നുണ്ടെങ്കിലും നമ്മളെ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് വർക്ക് ചെയ്യുന്ന പൈലറ്റ്സ് ഉണ്ട്. ജസ്റ്റ് എന്താ പറയുക, ജോയിൻ ചെയ്തിട്ട് മുതൽ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്യാപ്റ്റന്മാർ വരെ നമ്മൾ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ വരുന്ന അതുകൊണ്ട് തന്നെ ഇവർക്ക് അവരായിട്ടൊക്കെ സംസാരിക്കാനും അവരായിട്ട് ഇടപഴകാനുള്ള അവസരം നമ്മൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഇത് എവിടെ പഠിക്കണം എന്നുള്ളത് നമ്മൾ നാട്ടിൽ തന്നെ മീൻസ് ഇന്ത്യയിൽ തന്നെ ഒരുപാട് ഫ്ലൈയിങ് സ്കൂൾസ് ഉണ്ട്, ഒരുപാട് ഗ്രൗണ്ട് ക്ലാസ്സസ് ഉണ്ട്, ഒരുപാട് മെഡിക്കൽ സെൻറ്റേഴ്സ് ഉണ്ട്. സോ മെഡിക്കൽ എടുക്കാൻ വേണ്ടിയിട്ടുള്ള അപ്പോൾ നമ്മൾ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്താണെന്നുള്ളത് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാനും അവർക്കൊരു വഴികാട്ടിയായിട്ട് നമുക്ക് ഈ അറ്റ്ലാൻസ് എഡ്യൂക്കേഷൻ എന്നുള്ള നമ്മളെ സംരംഭം മുന്നോട്ട് പോകുന്നുണ്ട്. ഒരുപാട് സ്റ്റുഡൻസിനെ അങ്ങനെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. പിന്നെ ഇന്ത്യയിൽ ഫ്ലൈയിങ് പഠിക്കുന്നതിന് കോസ്റ്റ് കൂടുതലാണ്. ഒരു കുട്ടി വിദേശത്താകുന്ന സമയത്തേക്ക് കമ്പാരിറ്റീവ്ലി കോസ്റ്റ് കുറവാണ്. അപ്പോൾ വിദേശത്ത് പോയിട്ട് ആ ഫ്ലൈയിങ് സ്കൂൾ ഒരിക്കലും നമുക്ക് പോയി കണ്ട് മനസ്സിലാക്കുന്നതിന് നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം വിസ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളിവിടെ നിന്ന് പ്രീവിയസ് പഠിച്ചു പോയ കുട്ടികളും
അവരെ എക്സ്പീരിയൻസും അവർ ഞാൻ വിസ അല്ലെങ്കിൽ അവർ ആ ലൈസൻസ് ഇന്ത്യയിലേക്ക് കൺവേർട്ട് ചെയ്യണം, ആ കൺവേർഷൻ ഏറ്റവും കൂടുതൽ എളുപ്പമുള്ള കൺട്രീസ് ഏതൊക്കെയാണെന്നുള്ളത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് A to Z, അതായത് ഒരു +2 കഴിഞ്ഞ് നിൽക്കുന്ന ഒരു കുട്ടി ആ ഒരു സ്റ്റാർട്ടിങ് മുതൽ നമുക്കത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് പൈലറ്റ് ലൈസൻസ് കിട്ടുന്ന വരെയുള്ള എല്ലാ ഗൈഡൻസും നമുക്ക് ഈ ഒരു ഫേം കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു മേഖലയിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഇപ്പം ഇത് കേൾക്കുമ്പോൾ എന്തായാലും ഞാനടക്കമുള്ള രക്ഷിതാക്കൾക്കൊരു ഒരു താല്പര്യം അല്ലെങ്കിൽ ഒരു ആശങ്ക ഉണ്ട്. ഇതിൻ്റെ യോഗ്യതകൾ, അതുപോലെ തന്നെ പ്രത്യേകമായിട്ടുള്ള കഴിവുകൾ എന്തൊക്കെയാണ്. ഇപ്പം ഒരു പോലീസ് എൻട്രി അതിന് പിന്നെ ടെസ്റ്റ് പാസ്സാണെങ്കിൽ അല്ലെങ്കിൽ ടെസ്റ്റിൽ പങ്കെടുക്കണമെങ്കിൽ തന്നെ ഏകദേശം ഒരു 12ഓളം ഫിസിക്കൽ അല്ലെങ്കിൽ 12-നപ്പുറം ഫിസിക്കൽ ടെസ്റ്റ് അല്ലെങ്കിൽ പാസ്സാവേണ്ടതുണ്ട്, അവന് വിജയിക്കേണ്ടതുണ്ട്. ഇതേപോലെ ഒരു പൈലറ്റ് ആവണം എന്നാഗ്രഹിക്കുന്ന ഒരു കുട്ടിയുടെ രക്ഷിതാവിന് അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് എന്തൊക്കെ യോഗ്യതകളാണ്, അതുപോലെ തന്നെ എന്തെല്ലാം കഴിവുകളാണ് ഉണ്ടാവേണ്ടത്? യോഗ്യത എന്ന് പറയുന്ന സമയത്ത് നമുക്ക് +2 സയൻസ് സബ്ജക്റ്റ് നിർബന്ധമാണ്. സയൻസ് എടുക്കാൻ പറ്റാത്ത കുട്ടികളെങ്കിൽ ഓൾറെഡി ഹ്യൂമാനിറ്റീസും കൊമേഴ്സിനൊക്കെ ജോയിൻ ചെയ്ത സ്റ്റുഡൻസിന് ഞാൻ ഓപ്പൺ സ്കൂൾ വഴി +2 ഫിസിക്സും അതേപോലെ മാത്സും എഴുതിയെടുത്ത് കഴിഞ്ഞാൽ അവർക്ക് എലിജിബിലിറ്റി ആയി. അത്രേ അതിന് ആ ഒരു റിക്വയർമെൻറ്റ് വരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കേണ്ട ഒരു മെഡിക്കലാണ്. കാരണം മെഡിക്കലി നമ്മൾ ഫിറ്റ് ആവണം. ഒരു പാസഞ്ചറിനെ അല്ലെങ്കിൽ നമ്മളൊരു പാസഞ്ചേഴ്സിനെ നമ്മളെ കയ്യിലാണ് അവരെ മൊത്തം ജീവൻ. സോ നമുക്ക് എന്തെങ്കിലും മെഡിക്കലി അൺഫിറ്റ് കാരണം എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ ജീവനൊക്കെയാണ് ആപത്ത്. അതുകൊണ്ട് തന്നെ മെഡിക്കൽ എപ്പോഴും ഭയങ്കര പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു മേഖലയും കൂടിയാണ്. കാരണം ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് മെഡിക്കൽ ചെക്കപ്സും കാര്യങ്ങളൊക്കെ വരുന്ന വേറെ മേഖല ഉണ്ടോ എന്നുള്ളത് കുറവാണ്. ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ മെഡിക്കൽ ഫിറ്റാണെന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ട ഒരു നിർബന്ധമായിട്ടുള്ള ഘടകമാണ്. അപ്പോൾ ഒരു കുട്ടി ഇതിലേക്ക് ഇറങ്ങി തിരിക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് സ്റ്റെപ്പിൽ എടുക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പോയി മെഡിക്കൽ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അത് നമുക്ക് നിയർ ബൈ കേരളത്തിൽ കോട്ടയത്തും അതേപോലെ തന്നെ കൊച്ചിയിലൊക്കെ മെഡിക്കൽ ഓഫീസേഴ്സ് വരുന്നുണ്ട്. ഇതിൻ്റേതായിട്ടുള്ള പ്രത്യേക അതായത് നമ്മൾ എയർഫോഴ്സിലും ഓഫീസേഴ്സ് ഉണ്ടാവുമല്ലോ, എയർഫോഴ്സിലെ ഡോക്ടേഴ്സാണ് ഇത് മെഡിക്കൽ ചെയ്യുക. അവർക്കാണ് അതിൻ്റെ ലൈസൻസ് വരുന്നത്. അപ്പം അവരാണ് ഇത് ഇവാലുവേറ്റ് ചെയ്യുക. അപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് NABH അക്രഡിറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസിൽ നിന്ന് ഒരു ലിസ്റ്റ് ടെസ്റ്റ് ഉണ്ടാവും. അത് നമ്മൾ എടുത്തിട്ട് ആ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് അവരത് വെരിഫൈ ചെയ്ത് അവരുടേതായിട്ടുള്ള കുറച്ച് ടെസ്റ്റ് അവരെടുത്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുക, മെഡിക്കൽ കിട്ടുക. പിന്നെ നമുക്ക് എലിജിബിലിറ്റിക്ക് വേറെ വിഷയങ്ങളൊന്നുമില്ല. പിന്നെ ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങളാണ്. കാരണം ഒരുപാട് എക്സ്പെൻസ് വരും. ഇപ്പം പാരൻസ് ആണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റുഡൻ്റ് ആ ഫിനാൻഷ്യൽ മീറ്റ് ചെയ്യാൻ അവർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ 3 കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ. അപ്പം നമ്മൾ എന്തായാലും സംസാരത്തിനിടയിൽ ഫിനാൻഷ്യൽ ഒരു സംഭവം കടന്നു വന്നല്ലോ. അതെ. നമുക്ക് അതുകൂടെ എന്ത് ചെയ്യാം, എന്തായാലും ഒരു കോഴ്സിന് ഇറങ്ങുമ്പം ഏത് കോഴ്സാണെങ്കിലും ഒരു ഡോക്ടറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആവാൻ ഉദ്ദേശിക്കുന്ന കുട്ടി, അതിൻ്റെ കുട്ടിക്കും രക്ഷിതാവിനും തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പേ എത്ര ഇതിന് ചിലവ് വരും എന്നതൊരു പ്രതീക്ഷ ഉണ്ടാവും, അല്ല ഒരു ചിന്ത ഉണ്ടാവും. അപ്പം ഒരു പൈലറ്റ് ആവണമെങ്കിൽ അപ്പോൾ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ സ്വപ്നത്തിൽ പോലും കാണാൻ കഴിയാത്ത രൂപത്തിൽ ഉള്ളൊരു ജോലിയൊക്കെ ആയിരിക്കും മിക്കവാറും. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ കുറേ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, പൈലറ്റ് ആവണം എന്നാഗ്രഹം. ഇപ്പോൾ ഈ അടുത്ത് തന്നെ നമ്മൾ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ഒരു പെൺകുട്ടി പൈലറ്റ് മലപ്പുറം ജില്ലയിൽ കണ്ടു. അപ്പം അതൊക്കെ സന്തോഷകരമായ വാർത്തയാണ്. അപ്പോൾ അത് ചിന്തിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ഇനി അടുത്ത ചിന്ത എന്തായിരിക്കും, രക്ഷിതാവിനെ സംബന്ധിച്ച് അങ്ങനെ എത്രയായിരിക്കും അതിന് കോസ്റ്റ് ചിലവ് വരിക? നമ്മൾ ഇതിൻ്റെ സാലറി വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ നല്ലൊരു പാക്കേജ് കൊടുക്കുന്നുണ്ട്. അത് കൊടുക്കാനുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു കോസ്റ്റ് തന്നെയാണ്. കാരണം ഒരു ചുരുങ്ങിയത് ഒരു CPL എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏകദേശം ഒരു 30 മുതൽ 40 ലക്ഷം രൂപേൻ്റെ എക്സ്പെൻസ് വരുന്നുണ്ട്. CPL എന്ന് പറയുമ്പോൾ കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ്, ഇതിൻ്റെ ഫസ്റ്റ് കാറ്റഗറി ഓഫ് ലൈസൻസ് എന്ന് പറയാം. അത് നമുക്ക് ഏകദേശം അത്ര എക്സ്പെൻസ് വരുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ ടൈപ്പ് റൈറ്റിംഗ് ആണ്. അതാണെന്നുണ്ടെങ്കിൽ അറൗണ്ട് ഒരു 25 to 30 lakhs അതും വരും. ഇവിടെ നമ്മൾ CPL എന്ന് പറഞ്ഞതുപോലെ തന്നെ പിന്നെ ടൈപ്പ് റൈറ്റിംഗ്. അതെ. അപ്പം എങ്ങനെയാണെങ്കിലും ഈ ഒരു ജേർണിയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു 2 ഇയറിനുള്ളിൽ ഏകദേശം ഒരു 70 lakh to 80 lakhs അടുത്ത് നമ്മൾ കണ്ടുവെക്കണം. രണ്ട് CPL എടുക്കാനും അതുപോലെ ടൈപ്പ് റൈറ്റിംഗ് എന്നൊന്ന് വിശദീകരിക്കാൻ പറ്റുമോ? ടൈപ്പ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം CPL എന്ന് പറഞ്ഞാൽ ബേസിക് ലൈസൻസ് ആണ്. നമ്മൾ ചെറിയ എയർക്രാഫ്റ്റ്, ഇപ്പോൾ ഒരു 4-seater എയർക്രാഫ്റ്റ് ഒക്കെ ഫ്ലൈ ചെയ്യാനുള്ള ലൈസൻസ് ആണ്. അതായത് സാധാ പാസഞ്ചേഴ്സിനെ വെച്ചിട്ട് സാധാ നമ്മളൊരു സിംഗിൾ എഞ്ചിൻ ടൈപ്പ് വരുന്ന എയർക്രാഫ്റ്റ്. ടൈപ്പ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് കാണുന്ന എയർബസ് 320 അല്ലെങ്കിൽ ബോയിങ് 737 അതേപോലെ ATR, അങ്ങനെ ഒരുപാട് ഫ്ലൈറ്റ് കാറ്റഗറീസ് ഉണ്ട്. ആ ഓരോ ഫ്ലൈറ്റിൻ്റെയും സിസ്റ്റം ഡിഫറെൻ്റ് ആണ്. അതിൻ്റെ എക്യുപ്മെൻറ്റ്സ് ആണെങ്കിലും സ്ക്രീൻ ആണെങ്കിലും അത് നമ്മൾ ഫ്ലൈ ചെയ്യേണ്ട മെത്തേഡ്സ് ആണെങ്കിലൊക്കെ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പം നമ്മൾ അതിനെക്കുറിച്ച് കുറച്ചും കൂടി എന്താ പറയുക അഡ്വാൻസ് ലെവലിൽ പഠിക്കുന്നതാണ് ഈ ടൈപ്പ് റൈറ്റിംഗ് എന്ന് പറയാം. ഈ ടൈപ്പ് റൈറ്റിംഗ് പൊതുവേ സിമുലേറ്ററിലാണ് ഉണ്ടാവുക. നമ്മളിന്ന് കാണുന്ന ഒരു എന്താ പറയുക VR ഒക്കെ ഉണ്ടല്ലോ, അതേപോലെ നമുക്കൊരു കംപ്ലീറ്റ്ലി ഒരു റൂം, അതിൽ എന്താ പറയുക ഫ്ലൈറ്റിലുള്ള പാനൽസ് നമുക്ക് ഫെയിൽ ചെയ്യുന്ന രൂപത്തിൽ
എക്സാക്റ്റ് കോക്പിറ്റ്. നമ്മൾ എക്സാക്റ്റ് ചെറിയൊരു മൊമെന്റ് പോലും നമ്മളതിൽ എന്താ പറയുക, ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന സമയത്താണെങ്കിലുള്ള അതിൻ്റെ ജർക്ക് എല്ലാം മൊത്തം വൈബ്രേഷനും അതിൻ്റെ അലാറം വാർണിങ്സ് എല്ലാ കാര്യങ്ങളും അതിൽ കറക്റ്റ് നമുക്ക് ഫീൽ ചെയ്യും. ടെമ്പറേച്ചർ വരെ നമ്മൾ ക്യാബിൻ്റെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ അതിൽ നമ്മൾ കറക്റ്റ് കൊടുക്കും. അങ്ങനെയാണ് ഈ ടൈപ്പ് റൈറ്റിംഗ്. അത് ടൈപ്പ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് അംഗീകൃതമായിട്ടുള്ള അതിനൊരു ഇതുണ്ട്, പാരാമീറ്റേഴ്സ് ഉണ്ട്. അത് മീറ്റ് ചെയ്യുന്ന ടൈപ്പ് അതിന് അനുസരിച്ചുള്ള അത് അവിടെയാണ് നമ്മൾ പോയിട്ട് എന്ത് ചെയ്യേണ്ടത്, ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പം അതുകൊണ്ട് തന്നെ അതിന് നമുക്ക് ഒരുപാട് എക്സ്പെൻസ് വരും. ഈ ഒരു എമൗണ്ട് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് കാണണം. സോ അതാണ് ടൈപ്പ് റൈറ്റിംഗ് എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് CPL-ഉം ഈ ടൈപ്പ് റൈറ്റിങ്ങും രണ്ടും കൂടെ കഴിഞ്ഞ് വരുമ്പോഴേക്ക് എന്തായാലും ഒരു 80 lakhs ചുരുങ്ങി നമ്മൾ 80 ലക്ഷം രൂപയുടെ അടുത്ത് നമുക്ക് ചിലവ്. തീർച്ചയായിട്ടും. അപ്പം അവിടെയുള്ളൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കോഴ്സുകൾക്കും ഒരു കാലാവധി ഉണ്ട്. ഇപ്പം 5 years അല്ലെങ്കിൽ 4 years, പിന്നെ ഒരു +1 ഒരു ഇയർ നമ്മളുടെ പ്രാക്ടിക്കൽ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാറ്. അപ്പോൾ ആ 5 വർഷത്തിനിടയിലാണ് അവർ ഈ അതിന് പറയാവുന്ന പിന്നെ ചിലവുകൾ ചിലവാക്കേണ്ടത്, കാണേണ്ടത്. അപ്പോൾ ഇതിന് അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഇത്ര വർഷത്തിനിടയിൽ പഠിച്ചു തീർക്കണം അല്ലെങ്കിൽ ചെയ്ത് തീർക്കണം, അങ്ങനെ വല്ല നിബന്ധനകളുണ്ടോ? നമ്മൾ വൺസ് ഒരു എക്സാം എഴുതി കഴിഞ്ഞാൽ, DGCൻ്റെ എക്സാം എഴുതിയാൽ ആ പേപ്പറിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 5 years ആണ്. ആ 5 yearനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഫ്ലൈയിങ് കംപ്ലീറ്റ് ചെയ്തിട്ട് ലൈസൻസ് എടുക്കണം. എക്സാമിൻ്റെ കാര്യം സെയിം ടൈം മെഡിക്കൽ വരുന്നുണ്ട്. ഇപ്പോൾ ക്ലാസ് 2 മെഡിക്കലാണെങ്കിൽ 2 വർഷം, ക്ലാസ് 1 മെഡിക്കലാണെങ്കിൽ 1 year ആണ് വാലിഡിറ്റി വരുന്നത്. ആ 2 വർഷം കൂടുമ്പോൾ അല്ലെങ്കിൽ 1 വർഷം കൂടുമ്പോൾ അത് റിന്യൂ ചെയ്യണം. റിന്യൂ ചെയ്യുന്ന സമയത്തേക്കാണ് നമ്മൾ ആ ഒരു ഇത് ലൈവായിട്ട് നമുക്കത് നിർത്താൻ വേണ്ടി പറ്റുള്ളൂ. ഇതാണ് വാലിഡിറ്റിനെ കുറിച്ച് വരുന്നത്. പിന്നെ നമുക്ക് ഫ്ലൈയിങ് ലൈസൻസ് എടുക്കാൻ ഇനിയിപ്പം ഇതിൽ മെട്രോളജി അല്ലെങ്കിൽ നാവിഗേഷൻ റെഗുലേഷൻസ് ഈ പേപ്പേഴ്സ് എഴുതിയെടുത്തു കഴിഞ്ഞാൽ 5 വർഷം കൊണ്ട് 5 വർഷം ആ പേപ്പറിന് വാലിഡിറ്റി ഉണ്ടാവും. 5 വർഷം വരെ വാലിഡിറ്റി ചെയ്യാം. അതിന് ആ ഒരു ഗ്യാപ്പിനുള്ളിൽ നമ്മളത് ക്ലിയർ ചെയ്താൽ മതി, ഫ്ലൈയിങ് ക്ലിയർ ചെയ്താൽ മതി. അപ്പോൾ ഈ ഫ്ലൈയിങ് ഇപ്പം ടൈപ്പ് റൈറ്റിംഗ് ആ ഒരു മേഖലയിലാണ് കുറച്ചുകൂടെ ചാർജ് കൂടുതലുള്ളത്. ടൈപ്പ് റൈറ്റിങ്ങും CPL-ഉം അറൗണ്ട് സെയിം ഇത് തന്നെയാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇത് രണ്ടും എന്താ പറയുക, ഒരു യാത്രയിലെ 2 ഘട്ടങ്ങളാണ്. ആദ്യം നമ്മൾ CPL ഫസ്റ്റ് SPL ഉണ്ട്, സ്റ്റുഡൻറ്റ് പൈലറ്റ് ലൈസൻസ് ഉണ്ട്, പിന്നെ PPL ഉണ്ട്, പ്രൈവറ്റ് പൈലറ്റ് ലൈസൻസ്. അത് കഴിഞ്ഞിട്ടാണ് കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് വരുന്നത്. നമ്മൾ യാത്രക്കാരെയും കൊണ്ട് സഞ്ചരിക്കാൻ പറ്റുന്ന ആ ഒരു ഇപ്പം ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് അല്ല, അങ്ങനല്ല, യാത്രക്കാരെ കൊണ്ടോ. ഈ പ്രൈവറ്റ് ലൈസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രൈവറ്റ് ആയിട്ട് നമ്മളെ ഫാമിലി മെമ്പേഴ്സിനെ ക്യാരി ചെയ്യാൻ പറ്റും. നമ്മൾ എന്താ പറയുക, ഒരു നമുക്ക് ഫ്രണ്ട്സിനാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് ഫ്ലൈ ചെയ്യാനൊക്കെ ഉള്ള ഒരു ഇതിനാണ് പ്രൈവറ്റ് പൈലറ്റ് ലൈസൻസ് എന്ന് പറയാം. CPL എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫ്ലൈയിങ് ഒരു ജോബായിട്ട് കാണാൻ വേണ്ടി പറ്റും. മറ്റേ നമുക്ക് ഒരിക്കലും ജോബായിട്ട് ചെയ്യാൻ പറ്റില്ല. വേറെ ഏതെങ്കിലും ചെറിയ എയർക്രാഫ്റ്റുള്ള കമ്പനീസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ CPL വെച്ചിട്ട് നമുക്ക് ഫ്ലൈയിങ് കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. കൊമേഴ്ഷ്യൽ എന്ന് പറയും, അതായത് പ്രൈവറ്റ്, രണ്ട് സെക്ടറാണ്. അതിൽ കൂട്ടത്തിലൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. പിന്നെ ഇപ്പം നമ്മൾ ഈ ഒരു ഇത്രയും എക്സ്പെൻസ് ഇതിന് പറഞ്ഞല്ലോ, അത് ഈ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ഫ്ലൈയിങ്ങിന് ഏകദേശം എത്ര മണിക്കൂറാണ്? 200 hours ആണ് നമുക്ക് CPL-ന്റെ ടൈം വരുന്നത്. 200 മണിക്കൂർ. അപ്പോൾ ഈ 200 മണിക്കൂർ നിങ്ങൾ ഇതിൽ ഫ്ലൈയിങ് അടക്കം അതിൻ്റെ ഇന്ധനത്തിൻ്റെ ചിലവ് കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ടോ അതോ? അല്ല, നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ഒരു ഫ്ലൈയിങ് സ്കൂള് നമുക്കൊരു കോഡ് തരും. അതിൽ എന്താ പറയുക, ചിലപ്പം ഗ്രൗണ്ട് ക്ലാസ് നമ്മൾ ആ ഫ്ലൈയിങ് സ്കൂളിൽ നിന്നേക്ക് എടുക്കുന്നുണ്ടാവുക, ചിലപ്പം ഗ്രൗണ്ട് ക്ലാസ് നമ്മൾ പുറത്തുനിന്ന് എടുക്കേണ്ടി വരും. സോ അതിൻ്റെ ഒരു ഗ്രൗണ്ട് ക്ലാസ്സിന് ഏകദേശം ഒരു 1 lakh മുതൽ ഒരു 3 lakhനുള്ളിലാണ് ഗ്രൗണ്ട് ക്ലാസ്സിന് നമുക്ക് ചാർജ് വരിക. ഫ്ലൈയിങ്ങിന് ഞാൻ പറഞ്ഞ പോലെ തന്നെ 30 to 40 lakhs നമുക്ക് ഫ്ലൈയിങ്ങിന് എക്സ്പെൻസ് വരും. ഓക്കെ, അപ്പം അതിന് നമുക്ക് ഇൻക്ലൂഡ് ആയിട്ട് ഇപ്പോൾ ഫ്യൂൽ ആണെന്നുണ്ടെങ്കിലും നമ്മൾക്ക് അതിൽ കംപ്ലീറ്റ് എല്ലാ കാര്യങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പാക്കേജ് ആയിരിക്കും വരും. ചിലതിൽ ചിലപ്പോൾ ചില കാര്യങ്ങൾ ഇൻക്ലൂഡ് അല്ലാത്ത വരും. അത് ആ ഫ്ലൈയിങ് സ്കൂൾ ജോയിൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്ക്ലൂഡഡ് ആണ്, ഇത്രയും കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഇതിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണെന്നുള്ളത് അവർ ക്ലിയർ ആയിട്ട് നമുക്കൊരു ഇമേജ് തരും. അപ്പം പറഞ്ഞു വന്നപ്പോൾ നമുക്ക് വേറൊരു കാര്യം കൂടെ അതിൽ അന്വേഷിക്കേണ്ടതുണ്ട്. ഇപ്പം ഫ്ലൈയിങ് സ്കൂള് അതുപോലെ തന്നെ തിയറി, ഇത് രണ്ടും രണ്ടായിട്ട്, അതായത് 2 സ്ഥാപനങ്ങളിൽ നിന്ന് ചെയ്യാൻ പറ്റും. അതാ ഞാൻ പറഞ്ഞത്. കാരണം നമുക്ക് DGCൻ്റെ എക്സാം കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതാണ്. കാരണം ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നീറ്റ് പോയി എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ അതത് സെൻറ്ററിൽ മാത്രം പോയിട്ട് എക്സാം എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. നമുക്ക് അലോക്കേറ്റ് ചെയ്യുന്ന നമ്മൾ രജിസ്റ്റർ നമ്പർ നമുക്ക് തരുന്ന സെൻറ്ററിൽ മാത്രമേ നമുക്കവിടെ പറ്റുള്ളൂ. പക്ഷേ നീറ്റ് എവിടെ പോയി പഠിക്കണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. നമുക്ക് വീട്ടിലിരുന്ന് പഠിക്കാൻ പറ്റും. നമുക്ക് ഒരു എന്താ പറയുക, റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. +2ൻ്റെ കൂടെ പഠിക്കാൻ പറ്റും. അതേ സെയിം കൺസെപ്റ്റ് തന്നെയാണ് ഇതും വരുന്നത്. കാരണം പാസ്സായി കഴിഞ്ഞാൽ പാസ്സായോ അല്ലെങ്കിൽ അത് മാത്രമേ നോക്കുള്ളൂ. എത്ര മാർക്ക് ഉണ്ടെന്ന് പോലും മാറ്റർ അല്ല. 70 മാർക്കാണ് നമുക്കിത് പാസ് ആവാൻ വേണ്ടി, 170 മാർക്കാണ് വേണ്ടി. പാസ്സായി കഴിഞ്ഞാൽ ജസ്റ്റ്
അത് മതി, ക്വാളിഫൈഡ് ആണ്. നീറ്റും അതേപോലെ തന്നെ ആണല്ലോ. ഓക്കെ തന്നെ ശരിയാണ്. അപ്പം ഇപ്പോൾ ഒരു തിയറി പാസ്സായ ഒരാൾ ഇപ്പം ഒരു ഫ്ലൈയിങ് സ്കൂൾ തിരഞ്ഞെടുക്കണം എന്ന് വിചാരിക്കുമ്പോൾ ഏതായിരിക്കും ഒന്നുകൂടെ നല്ലത് എന്ന് എന്തായാലും നമുക്കൊരു ചിന്ത ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിലേക്ക് വല്ല ഡയറക്ഷൻ ചെയ്യാനുണ്ടോ? നമുക്ക് ഫീസ് കുറവായിട്ട് ഇപ്പം എബ്രോഡ് ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട് പുറത്ത്. ഇപ്പോൾ ഒരുപാട് കുട്ടികൾ ന്യൂസിലാൻഡിൽ ഫീസ് കൂടുതലാണ്, പക്ഷേ സൗത്ത് ആഫ്രിക്ക ഇതിലൊക്കെ ഒരുപാട് ആൾക്കാർ കമ്പാരിറ്റീവ്ലി ഫ്ലൈയിങ് കോസ്റ്റ് കുറവാണ്. അവിടെ പോയിട്ട് അവിടുത്തെ മെഡിക്കലും അവിടുത്തെ തിയറി പഠിച്ച് അവിടുത്തെ എക്സാം എഴുതി അവിടെ ഫ്ലൈയിങ് കംപ്ലീറ്റ് ചെയ്ത് ആ ലൈസൻസ് നമുക്ക് നേരെ ഇന്ത്യയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പം MBBS നമ്മൾ പുറത്ത് പോയി എടുക്കുന്ന കുട്ടികളുണ്ട്, അവർക്ക് ഇതേപോലെ തന്നെ FMG എക്സാം എഴുതിയിട്ട് ഇന്ത്യയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരെ കൺവേർട്ട് ചെയ്ത് ആ സെയിം മെത്തേഡ് നമുക്ക് ഇതിൽ യൂസ് ചെയ്യാം. അപ്പം ഫ്ലൈയിങ് കോസ്റ്റ് കുറവാണ്, പക്ഷെ നമുക്ക് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണ്, നമുക്ക് ഇതിനൊന്നും ആവശ്യമില്ല. നമുക്കെന്താ ഇന്ത്യയിൽ തന്നെ പഠിക്കുന്നതാണ് നല്ലത്. കാരണം ഫിനാൻഷ്യലി വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്ത് എടുക്കാനും വേണ്ടി പറ്റും. കേരളത്തിൽ ഇതിന് ചാൻസുകളുണ്ടോ? അതായത് കേരളത്തിൽ നമുക്ക് ട്രിവാൻഡ്രം എയർപോർട്ടിനോട് ചേർന്നിട്ട് രാജീവ് ഗാന്ധി ഫ്ലൈയിങ് സ്കൂൾ വരുന്നുണ്ട്. അവിടെ നമുക്ക് ഓപ്ഷൻ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പ്രാക്ടിക്കലും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് നടക്കുന്നത്. അവിടെ എയർപോർട്ട് തന്നെയാണ്. നമ്മൾ ഏത് സ്കൂളാണോ തിരഞ്ഞെടുക്കുന്നത് ആ സ്കൂളിന്റെ അറ്റ്മോസ്ഫിയർ ആയിരിക്കും അതിന്റെ ആ ഒരു. കാരണം നമുക്ക് ഇപ്പോൾ കേരളത്തിലാകുമ്പോൾ വെതർ കണ്ടീഷൻസ് ഫാക്ടറാണ്. കാരണം മഴ തുടങ്ങിയ സമയത്തൊക്കെ നമുക്ക് ഫ്ലൈയിങ്ങിന് ലിമിറ്റേഷൻസ് ഉണ്ട്, പക്ഷെ നമുക്ക് എബ്രോഡ് പോകുന്ന സമയത്ത് അത്രത്തോളം അത് വിഷയം വരുന്നില്ല. അപ്പം നമ്മൾ ചൂസ് ചെയ്യുന്ന ഫ്ലൈയിങ് സ്കൂൾസിൻ്റെ ലൊക്കേഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ ഫ്ലൈയിങ് എത്ര ടൈം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും എന്നുള്ളത് തീരുമാനിക്കുക. ഓക്കെ, നമുക്ക് ഇതിൻ്റെ കൂടെ വേറൊരു കാര്യം കൂടെ ചേർക്കാമെന്ന് തോന്നുന്നു. ഇപ്പം വിദ്യാർത്ഥികൾ എന്ന് നമ്മൾ പറയുമ്പോൾ ഇപ്പം പലപ്പോഴും ഇത് കേൾക്കുന്ന ഒരാൾക്ക് ഒരു +2 കോൺസെപ്റ്റ് ചെയ്തിട്ടാണ് ഇപ്പം സംസാരിച്ചത്. അപ്പോൾ +2 പഠിക്കുന്ന അല്ലെങ്കിൽ ഡിഗ്രി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്ന് പറയാവുന്ന ഒരാളിന് മാത്രമാണോ അതിൽ, അഥവാ ഇതിൻ്റെ പ്രായപരിധി വല്ലതും? പ്രായപരിധി നമുക്ക് ഏറ്റവും ബെറ്റർ ഒരു 30 വയസ്സിന് ഉള്ളിലായിട്ട് നോക്കുന്നതാണ്. കാരണം നമ്മളിത് പഠിച്ചിറങ്ങി നമ്മളൊരു ഫ്ലൈയിങ് സ്കൂളിൽ ജോയിൻ ചെയ്യുന്ന സമയത്തേക്ക് നമ്മളതേ കോമ്പറ്റീറ്ററായിട്ട് ചിലപ്പം ഒരു 30 വയസ്സ് കഴിഞ്ഞ ഒരാൾ അപ്ലൈ ചെയ്യുന്ന സമയത്തേക്ക് അറ്റ് ദ സെയിം ടൈം 24 വയസ്സുള്ള ഒരാളും ചിലപ്പോൾ അവിടെ അപ്ലിക്കൻസ് ആയിട്ട് വരും. അപ്പോൾ നമ്മളെ കോമ്പറ്റീഷൻ എന്നുള്ളത് യങ്ങേഴ്സ് ആയിട്ടുള്ള ആൾക്കാരായിട്ടേക്കും. അപ്പോൾ എയർലൈൻസിനെ സംബന്ധിച്ച് അവർക്ക് കൂടുതൽ ടൈം ഇയേഴ്സ് കിട്ടുന്ന ആരാണ്? ഈ ഒരു യങ്ങറായിട്ടുള്ള ആളാണ്. അതുകൊണ്ട് നമുക്ക് ഇതിപ്പോൾ ഏത് മേഖലയാണെങ്കിലും ഏത് ജോബ് എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും സ്മാർട്ടായിട്ട് ഏറ്റവും യങ്ങായിട്ടുള്ള ആൾക്കാരാണ് അവർ സെലക്ട് ചെയ്യുക. പക്ഷേ ഏജ് എന്ന് വെച്ചിട്ട് നമുക്കത് ഏജ് കൂടുന്ന വെച്ചാൽ നമുക്ക് കിട്ടാത്ത ബുദ്ധിമുട്ടൊന്നും വരില്ല, പക്ഷേ ചാൻസസ് കുറവാണ്. അതിനുള്ള പോസിബിലിറ്റിൻ്റെ അത് മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്ക് 60 വയസ്സ് വരെ ഇതിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഏതായാലും ഒരു പൈലറ്റ് ആവുക എന്ന സ്വപ്നം മനസ്സിലുള്ള ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് അഥവാ ഇവൻ ആരാവട്ടെ, ഒരു +2 പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആവട്ടെ, ഇപ്പോൾ ഈ 60 വയസ്സ് വരെയുള്ള ആരാവട്ടെ, അവർക്ക് സ്വപ്നതുല്യമായ ഒരു ജോലിയാണ് തീർച്ചയായിട്ടും ഈ ഒരു പൈലറ്റ് ആവുക എന്നുള്ളത്. മുമ്പൊക്കെ നമ്മൾ സ്വപ്നം കണ്ടിരുന്ന അല്ലെങ്കിൽ നമുക്കൊന്നും ആലോചിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്ന ആ ഒരു മേഖലയിൽ നിന്നും മാറി ഇപ്പോൾ നമുക്കും എത്തിപ്പിടിക്കാവുന്ന മറ്റ് ഈ ഫിനാൻഷ്യൽ ഫാക്ടർ അതൊക്കെ ഒരു സംഭവം തന്നെയാണ്. അതൊക്കെ ക്ലിയർ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും എത്തിപ്പെടാൻ പറ്റാവുന്ന ഒരു മേഖലയാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാവുന്നു. അടുത്തൊരു എപ്പിസോഡിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ടൈം ലിമിറ്റേഷൻ നമ്മൾ തീർച്ചയായിട്ടും പാലിക്കേണ്ടതുണ്ട് എന്നുള്ളത് ഈ ഒരു ഭാഗം ഇവിടെ പൂർത്തിയാക്കാം. ഇൻഷാ അല്ലാഹ് സഫർ സാറിനെ നമുക്ക് വീണ്ടും അടുത്തൊരു എപ്പിസോഡിലേക്ക് ക്ഷണിച്ചുകൊണ്ട് തൽക്കാലം ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാകുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.